പൊസിഷൻ ടൈം ഗ്രാഫ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിലും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് നമ്മൾ മീറ്ററിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് മീറ്റർ എന്ന് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയേക്കണം. അപ്പോൾ പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിലും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റിന്റെ കേസിൽ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഗ്രാഫ് പേപ്പർ എടുത്ത് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ സ്റ്റേഷനറി ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന ഓബ്ജക്റ്റ്. ഏത് ടൈമിൽ നോക്കിയാലും അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേബിൾ വരയ്ക്കുകയാണ്, പൊസിഷൻ്റെയും ടൈമിൻ്റെയും. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡ് നോക്കിയപ്പോഴും അതിൻ്റെ പൊസിഷൻ 40 മീറ്റർ ആണ്, ഒരു കാറിൻ്റെ പൊസിഷനാണ്. രണ്ടാമത്തെ സെക്കൻഡിലും മൂന്നാമത്തെ സെക്കൻഡിലും 4, 5, 6 അങ്ങോട്ട് ഏത് ടൈമിൽ നോക്കിയിട്ട് അതിൻ്റെ പൊസിഷൻ എത്ര തന്നെയാണ്, 40 മീറ്റർ തന്നെയാണ് വന്നത്. പൊസിഷൻ മീറ്ററിലും ടൈം സെക്കൻഡിലുമാണ് നമ്മൾ മെഷർ ചെയ്തത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്താണ്, സ്റ്റേഷനറി ആണെന്ന് പറയാം. പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും വെച്ചിട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. വൈ പൊസിഷൻ ആണ് എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ എടുക്കുന്നത്, അപ്പോൾ യൂണിറ്റ് മീറ്റർ. ടൈം ആണ് എക്സ് ആക്സിൽ എടുക്കുന്നത്, യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ടൈം 1, 2, 3, 4, 5, 6 എന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒറിജിൻ ആണ്. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 ഇങ്ങനെ എടുക്കാം. ടൈമിൻ്റെ സ്കെയില് നിങ്ങൾ ഗ്രാഫ് 10ലൊക്കെ വരച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി പൊസിഷൻ 40 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1, 2, 3, 4 എടുക്കാൻ പറ്റത്തില്ല, അല്ലെ 2, 4 എടുക്കാൻ പറ്റില്ല. കുറച്ചുകൂടി എളുപ്പം എങ്ങനെയാണ് നമുക്ക് സ്കെയില് 10, 20, 30, 40 എന്ന് എടുക്കുന്നത്. 10, 20, 30, 40, 50 ഇങ്ങനെ എടുക്കാം പൊസിഷൻ്റെ. എന്നിട്ട് നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ റൈറ്റിൽ മുകളിലായിട്ട് ഇവിടുത്തെ സ്കെയിൽ എഴുതണം. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ എത്ര വെച്ചിട്ടാണ് കൂട്ടിപ്പോയിരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് ആക്സിസിലെ ടൈം എത്ര സെക്കൻഡ് വെച്ചിട്ടാണ് കൂട്ടിപ്പോയിരുന്നത്, 1ൻ്റെ കൂടെ 1 സെക്കൻഡ് ആഡ് ചെയ്യുമ്പോൾ, അതായത് 1 സെക്കൻഡ് 10 ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, 1 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സ്കെയിൽ, എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ ഈക്വൽ ടു എന്താണ്, 1 സെക്കൻഡ്. അതായത് ഓരോ 10 ഡിവിഷൻ കഴിയുന്തോറും എന്ത് കൂടി വരികയാണ്, ഓരോ സെക്കൻഡ് കൂടിയാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കൗണ്ട് ചെയ്യണം, 1 സെക്കൻഡ് എന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ വൈ ആക്സിസിൽ എത്ര വെച്ചിട്ടാണ് കൂടിപ്പോകുന്നത്, 10 വെച്ചിട്ടാണ് കൂടിപ്പോകുന്നത്. 10 യൂണിറ്റ് എത്രയാണ്, മീറ്റർ. അപ്പോൾ വൈ ആക്സിസിൽ എങ്ങനെ എഴുതാം നമുക്ക്, വൈ ആക്സിസിൽ 10 ഡിവിഷൻ ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 10 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസിലെയും സ്കെയിൽ എഴുതുക. എന്നിട്ട് ഏതൊക്കെയാണ് മെഷർമെൻറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്സ് എഴുതുക. എന്നിട്ട് സ്കെയിൽ റൈറ്റ് സൈഡിൽ എന്ത് എഴുതണം, എക്സ് ആക്സിൽ 10 ഡിവിഷൻ എത്ര വെച്ചിട്ടാണ് കൂടുന്നത്, വൈ ആക്സിൽ 10 ഡിവിഷൻ എത്ര വെച്ചിട്ടാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ സ്കെയിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് എഴുതണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മെഷർമെൻറ്റ് എഴുതണം, ഇല്ലയോ. അപ്പോൾ നോക്കിക്കേ, 1 സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ എത്രയാണ്, 40 ആണ്. ഇനി 2 സെക്കൻഡിലെ പൊസിഷനോ 40 തന്നെ. മൂന്നാമത്തെ സെക്കൻഡിലെയും 40, നാലാമത്തെയും 5-മത്തെയും 6-മത്തെയും സെക്കൻഡിലെ പൊസിഷൻ എന്താണ്, 40 ആണ്. അപ്പോൾ ഇൻറ്റു മാർക്ക് ഇട്ട് റൗണ്ട് ചെയ്ത് വേണം നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്താൻ. ഇൻറ്റു മാർക്ക് ഇട്ട് റൗണ്ട് ചെയ്ത് എടുത്ത് പറയാൻ കാരണം നമുക്ക് ഇനി ലാബിൽ വരുമ്പോൾ ഇതേപോലെ ഗ്രാഫുകൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. അപ്പോൾ ഫോർ എ സ്റ്റേഷനറി ഓബ്ജക്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഏത് ആക്സിസ്, എക്സ് ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ ടൈം ആക്സിസിന് പാരലൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് സ്റ്റേഷനറി ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ
ടൈം പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പൊസിഷനും ടൈമും അടയാളപ്പെടുത്തുക. പിന്നീടോ അതിൻ്റെ കറസ്പോണ്ടിങ് സ്കെയിൽ എക്സ് ആക്സിൽ 10 ഡിവിഷൻ എത്ര വെച്ചിട്ടാണ് കൂടുന്നത്, വൈ ആക്സിൽ 10 ഡിവിഷൻ എത്ര വെച്ചിട്ടാണ് കൂടുന്നത് എന്ന് സ്കെയിൽ എഴുതുക. എന്നിട്ട് നമ്മുടെ ടേബിൾ നോക്കി പോയിന്റ്സ് അടയാളപ്പെടുത്തുക. പോയിന്റ്സ് അടയാളപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു മാർക്ക് ഇട്ട് റൗണ്ട് ചെയ്യുക, പിന്നെ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്. ഇനി ഇതേപോലെ വേറെ ഓരോന്നിനും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് എല്ലാം കൂടെ തിരിഞ്ഞു പോവരുത്. അപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ ആണ് നമ്മളിപ്പോൾ പഠിച്ചത് പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി അടുത്തത് ഒരു യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ യൂണിഫോം മോഷൻ്റെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ നോക്കിയപ്പോൾ 5 മീറ്റർ, രണ്ടാമത്തെ സെക്കൻഡിൽ നോക്കിയപ്പോൾ 10, മൂന്നാമത്തെ സെക്കൻഡിൽ നോക്കിയപ്പോൾ 15, നാലാമത്തെ സെക്കൻഡിൽ നോക്കിയപ്പോൾ 20, അഞ്ചാമത്തെ സെക്കൻഡിൽ നോക്കിയപ്പോൾ 25. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താ? ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ആൻ ഓബ്ജെക്ട് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ മോഷന് പറയുന്ന പേരാണെന്ത്? യൂണിഫോം മോഷൻ. ഇനി അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആക്സിസ് അടയാളപ്പെടുത്തുക. വൈ ആക്സിസിലെ പൊസിഷൻ യൂണിറ്റ് മീറ്റർ, എക്സ് ആക്സിസിലെ ടൈം യൂണിറ്റ് സെക്കൻഡ്. എന്നിട്ട് ടൈമും 1 2 3 നമുക്ക് എടുത്താൽ മതി. 1 2 3 4 5 6. ഇനി ഇതോ എങ്ങനെയാണ് പോയിരിക്കുന്നത്? 5 10 15 അങ്ങ് എടുക്കുക. 5 10 15. നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും അത്. 25. ഇനി നമ്മൾ എന്ത് എഴുതണം? റൈറ്റ് സൈഡിൽ മുകളിൽ സ്കെയിൽ എഴുതണം. എക്സ് ആക്സിസിൽ എങ്ങനെയാണ്? 10 ഡിവിഷൻ ഈക്വൽ ടു എത്ര വെച്ചിട്ടാണ് കൂടിപ്പോകുന്നത്? 1 സെക്കൻഡ്. വൈ ആക്സിൽ എത്ര വെച്ചിട്ടാണ് കൂടിപ്പോകുന്നത്? 5 വെച്ച്. വൈ ആക്സിസിൽ 10 ഡിവിഷൻ ഈക്വൽ ടു 5 മീറ്റർ. അങ്ങനെ സ്കെയിൽ എഴുതുക. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഡേറ്റ അടയാളപ്പെടുത്തുക. 1 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എത്രയാണ്? 5 മീറ്റർ. അപ്പോൾ ഇൻറ്റു മാർക്ക് ഇട്ട് റൗണ്ട് ചെയ്യുക. 2 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എത്രയാണ്? 10 സെക്കൻഡ് അല്ല 10 മീറ്റർ. ഇനി 3 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 15. ഇനി 4 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എത്രയാണ്? 20. 5 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എത്രയാണ്? 25. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. അപ്പോൾ ഇതായിരിക്കും ഒരു യൂണിഫോം മോഷന്റെ ഗ്രാഫ്. അപ്പോൾ ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണ്? നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻക്ലൈൻ ചെയ്തിട്ടാണ് ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഒരു യൂണിഫോം മോഷന്റെ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു എക്സ് ആക്സിസ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, അങ്ങനെയാണെങ്കിൽ ആ മോഷന് പറയുന്ന പേരാണ് എന്ത്? യൂണിഫോം മോഷൻ. യൂണിഫോം മോഷന്റെ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു എക്സ് ആക്സിസ്. അടുത്തത് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ആ ഒബ്ജക്റ്റ് എന്തായിരിക്കില്ല? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കില്ല ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഷേപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അത് എന്താവില്ല? ഈക്വൽ ഡിസ്റ്റൻസ് ഒന്നും ആയിരിക്കില്ല ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വൈ ആക്സിലും ടൈം എക്സ് ആക്സിലും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ്. അത് 3 കേസ് നമ്മൾ പറഞ്ഞു. ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ കേസിലാണ് ഇറ്റ് ഈസ് എ ഗ്രാഫ്, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. രണ്ടാമത്തെ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണെങ്കിൽ അത് യൂണിഫോം മോഷനാണ്. അതിൻ്റെ ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ അത് എക്സ് ആക്സുമായിട്ട് ഇൻക്ലൈൻ ചെയ്ത് കിടക്കും. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടൈമാണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലയോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ടൈമിനനുസരിച്ച് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന് പറയാം? വെലോസിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി. അല്ലെ വെലോസിറ്റി വി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ
ടൈമാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. പിന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ എത്രയാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിന് ടൈമിനനുസരിച്ച് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന് പറയാം? വെലോസിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്, LT⁻⁻1 ആണ്. ഇനി സ്പീഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുകൂടെ കമ്പയർ ചെയ്യും. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഓർ പാത്ത് ലെങ്ത് ബൈ ടൈം. പാത്ത് ലെങ്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ഉള്ളതിൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ്. പാത്ത് ലെങ്ത് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. ബട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സ്പീഡും എന്താണെന്ന് പറയാം? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ല എന്നല്ല, ഡയറക്ഷൻ ഇല്ല. കാരണം അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ബട്ട് രണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അടുത്തത് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി നമ്മൾ V ബാർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവൽ. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ. അതായത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അറിയാം, അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ അറിയെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? x1 എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷൻ, x2 എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ ആണ്. അതിന്റെ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? x2 - x1 ഡിവൈഡഡ് ബൈ t2 - t1 ആണ് എന്ത്? ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ ആണ്. x1 ആണ് ഇനിഷ്യൽ പൊസിഷൻ, x2 ആണ് ഫൈനൽ പൊസിഷൻ, t1 ആണ് കറസ്പോണ്ടിങ് x1ന്റെ ടൈം ഇന്റർവൽ, t2 ആണ് x2ന്റെ ടൈം ഇന്റർവൽ എങ്കിൽ ആവറേജ് വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് വെലോസിറ്റി V ബാർ ഈക്വൽ ടു x2 - x1 ഡിവൈഡ് ബൈ t2 - t1. അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? x1 ഉം ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് അവർ തന്നിരിക്കുന്നത്? x2. x1 എത്രയാണ്? 10 മീറ്റർ എന്നും x2 എന്ന് പറയുന്നത് 20 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ എത്രയാണ്? 4 ഉം 8 ഉം. അപ്പോൾ ആവറേജ് വെലോസിറ്റി നമുക്ക് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? x2 എന്ന് പറഞ്ഞാൽ 20 മൈനസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈനസ് 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ വരുന്നത്? 10 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്ത്? ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ. ഇനി if the distance traveled is taken as equal intervals of time, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. V ബാർ ഈക്വൽ ടു 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. അതായത് നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എ കാർ ട്രാവൽസ് അറ്റ് ദ ഫസ്റ്റ് ഹാഫ് ബൈ എ സ്പീഡ് ഓഫ് 40 km/h ആൻഡ് ദ സെക്കൻഡ് ഹാഫ് ബൈ എ സ്പീഡ് ഓഫ് 60 km/h. ഇത് ആകെ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ആദ്യത്തെ ഹാഫ് അത് ഒരു പർട്ടിക്കുലർ സ്പീഡിലും നെക്സ്റ്റ് ഹാഫ് വേറൊരു സ്പീഡിലുമാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് സെയിം ആണ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ. അപ്പോൾ വെലോസിറ്റി ഡിഫറൻ്റ് ആണ്. ഡിഫറൻറ്റ് വെലോസിറ്റി ആണ് നമുക്ക് തരുന്നത്. ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് V ബാർ ഈക്വൽ ടു 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2.
അപ്പോൾ രണ്ടും സെയിം യൂണിറ്റിൽ കിടക്കുന്നതുകൊണ്ട് ആ യൂണിറ്റിൽ തന്നെ ഇട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വി ബാർ ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം 2v1 v2. അപ്പോൾ 2 × 40 × 60 ഡിവൈഡ് ബൈ v1 + v2 എന്ന് പറയുമ്പോൾ 40 + 60 ചെയ്യുമ്പോൾ നമുക്ക് 48 km/h എന്ന് കിട്ടും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള പ്രോബ്ലം ആണ്, സിമ്പിളും ആണ്. അതായത് ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിലെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻറ്റ് വെലോസിറ്റിയിലാണ് അത് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2v1 v2 ഡിവൈഡ് ബൈ v1 + v2 ആണ്.